ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വള്ളിച്ചുണ്ട വെട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് എടുക്കാൻ പോവാം. എടുക്കുന്നില്ല, പൊക്കി നോക്കാം. വാളമെല്ലാം വെട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം. നമുക്കങ്ങോട്ട് പോവാം. പോവാം. നമ്മൾ ആദ്യത്തെ വള്ളി വെട്ടിയിരിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. നമ്മളിന്ന് ചൂണ്ട എടുക്കുന്നില്ല, ഇവിടെ തന്നെ നിർത്തുകയാണ്. കാര്യം ചൂണ്ട എടുത്താൽ ഈ പോളയുള്ള സമയത്ത് രണ്ടാമത് കെട്ട് വലിയ പാടാണ്. അപ്പോൾ ഇത് കെട്ടി ഇവിടെ നിർത്തിയാൽ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടും. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. അപ്പോൾ ഇതുപോലെ ചൂണ്ട നല്ല ടൈറ്റിലായി നിൽക്കുകയാണ്. ഭയങ്കര ടൈറ്റ് നിൽക്കുക. നമ്മൾ ചൂണ്ട പിടിക്കാൻ ഒരുങ്ങി ഇടണ തന്നെ ഒരു കടകലും കൂട്ടം വരുന്നുണ്ട്. ഇത് പോട്ടെ, പോയി കഴിഞ്ഞിട്ട് നമുക്ക് പിടിക്കാം. അത് പോകുന്നതേ ഉള്ളൂ. പക്ഷേ വള്ളിയെ അവിടെ ഇപ്പോൾ നമ്മൾ പൊക്കിയ കടകൽ തന്നെയല്ല, പോളയും വരുന്നുണ്ട്. ആറ്റി മഴ പെയ്തുകൊണ്ട് നല്ല ഒഴുക്കാണ്. ഏതോ ഇത് ഉടക്കിയിട്ടുണ്ട്. ഈ ചൂണ്ട ഇത്ര ടൈറ്റിൽ നിൽക്കുന്നു. ഇവിടൊക്കെ ഇതാ ഉണ്ടോ, ചൂണ്ടലുടക്കിയിരിക്കുകയായിരുന്നു. ഈ വള്ളി കണ്ടവൻ ഒഴുക്ക് കൂടിയിട്ട് ഭയങ്കര ടൈറ്റ് നിൽക്കുകയാണ്. ഈ തീറ്റയെല്ലാം ഇതിലുണ്ട്, വളയൊന്നുമില്ല. ഭയങ്കര ഒഴുക്കുക. ഇത്ര ഒഴുക്ക് വരുവാണെങ്കിൽ നമുക്ക് ചൂണ്ട അഴിക്കേണ്ടി വരും. ഇതിലിപ്പോൾ അഴിയ നടക്കത്തില്ല, വിടുക. കിഴക്ക് മഴ പെയ്തിട്ടുണ്ട്, അതാണ് ഇത്രയും ശക്തമായ ഒഴുക്ക്. മീനൊന്നുമില്ല. നമ്മൾ ആ ചൂണ്ട മീനൊന്നുമില്ല. നമ്മൾ അടുത്ത ചൂണ്ടയെന്ന് നോക്കാം. പക്ഷെ ഇത്രയും ഭയങ്കര ശക്തമായ ഇറക്കവലിയുമാണ്. കിഴക്ക് മഴ പെയ്ത് കിഴക്ക് നല്ല മഴയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇത്ര ഒഴുക്ക് വരാനുള്ള കാര്യം. ഇത്ര ഒഴുക്ക് വരുമെന്നുണ്ടായിരുന്നു നമ്മൾ ചൂണ്ട കുറച്ച് അയച്ച് കെട്ടിയേനെ. ഇന്നിപ്പം ചൂണ്ട അഴിച്ച് കുറച്ച് അയച്ച് കെട്ടണം. ഇല്ല, അത്രയും ടൈറ്റിൽ നിൽക്കുമ്പോൾ നമുക്ക് ചൂണ്ട തീറ്റി കോർക്കാനോ അല്ല ചൂണ്ട നോക്കാനോ ബുദ്ധിമുട്ടാവും. അതിൽ നമുക്ക് അടുത്ത വള്ളി ഒന്ന് നോക്കാം. നമ്മുടെ ചൂണ്ട പൊക്കാൻ വന്നപ്പം സാവുമൊക്കെ ആറ്റിൽ ഇവിടെ വീശുന്നുണ്ട്. നമുക്കതൊന്ന് നോക്കാം. എന്തുമാത്രം മീൻ കിട്ടുന്നെന്ന് നോക്കാം. അതൊന്ന് പോയി കാണാം. എല്ലാം കിട്ടിയോ? കിട്ടിയുള്ളൂ അല്ലേ? ഒഴുക്ക് ഭയങ്കര അല്ലേ? കൊള്ളുന്നില്ല ഈ ഒഴുക്കിന്റെ. അതിൽ എവിടെയെങ്കിലും മറിയുന്ന വീശിക്ക്. അവിടെ ഒരു ചൂണ്ടയുണ്ട്, വീശാനൊരുങ്ങാണ്. ഉണ്ടോ? നോക്ക് ചൂണ്ടയെ കൊള്ളത്തില്ല.
ഇതിന്റെ മേളിലൊരു ചൂണ്ടയുണ്ട്. ആ പോസ്റ്റ് വയ്ക്കുന്നില്ലേ, അവിടെ ഒരു ചൂണ്ടയുണ്ട്. അതുകൊണ്ടില്ല, തുളിയൊന്നുമില്ല. ഒഴുക്കാണ് വല വീശുന്നിടത്ത് കറക്റ്റ് ചെയ്യുന്ന വെള്ളത്തില്ല. സൗ വീണ്ടും വീശാനൊരുങ്ങുന്നുണ്ട്. അങ്ങോട്ട് എടുക്കണ്ടേ, ആ വലയുടെ എൻ്റെ തുമ്പത്തൊന്ന് പിടിച്ചേടാ, ആ വള്ളത്തിൻ്റെ തുമ്പത്ത് നീ പറഞ്ഞേക്കണം. ഇത് കേട്ടോ, അങ്ങോട്ട് എടുക്കട്ടെ. അടുത്ത വല വീശിയിട്ടുണ്ട്. ഉണ്ടോ അവിടെ? വല വീശി നമ്മൾ വലയുടെ മാഞ്ഞാണ് പിടിക്കുമ്പോൾ അറിയാം മീനുണ്ടോ ഇല്ലയോ എന്ന്. ഓ, അതിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ഒരു മീനെങ്കിലും കിട്ടുന്ന വീശൊക്കെ നല്ല പപ്പടം പോലെ വല വിരിഞ്ഞിട്ടുണ്ട്. മീൻ കണ്ടാ മതി. മഴയുടെ ആ വെള്ളത്തിന് മേളി ഓടി നടക്കുക. പിന്നെ ഉടക്കുണ്ടോ? ഒരു കാറ് മേടിച്ചു, ഒരു പള്ളിപ്പെരുന്നാൾ വന്നപ്പോ ഒരു കാറ് കൂടെ മേടിച്ചു. എന്ത് കാറാ ഇതിന് മാത്രം? ഒന്നുമില്ല. മീന് സൗ പറഞ്ഞതുപോലെ പുതിയ മഴവെള്ളം കാരണം മീൻ കണ്ടവൻ ഓടി നടക്കുകയാണ്. അതാണ് കിട്ടാത്തത്. ഏതായാലും സാവുവിൻ്റെ തൂളി വീശലും ഒക്കെ നമ്മൾ കണ്ടു. നമുക്ക് ഇനി ആ ഒരു വള്ളിയുണ്ട്, അതിവിടെ നിന്ന് പോയി നോക്കാം. നമ്മൾ ലാസ്റ്റ് വള്ളിയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് മീൻ വാള കിട്ടാത്തത് നമ്മൾ തീറ്റി കുത്തി എല്ലാ തീറ്റിയും ചത്ത് ചീഞ്ഞ് കിടക്കുകയാണ്. അപ്പം തീറ്റി കുത്തി കുറച്ച് നേരം കഴിയുമ്പം തീറ്റി ചത്തു പോവുകയാണെന്ന് എനിക്ക് തോന്നുന്നു.
അതുകൊണ്ടാണ് വാള കിട്ടാത്തത്. ഇതൊക്കെ അനിശ്ചയമായും വാള കിട്ടേണ്ടതാണ്. ഈ തീറ്റ തന്നെയുണ്ടോ, ഉണ്ടോ, ചത്ത് ചീഞ്ഞു പോയി. നമ്മൾ തീറ്റ കുത്തി ശകലം കഴിയുമ്പം ഈ പരല് ചത്തുപോകുന്ന അവസ്ഥയായിരിക്കണം. ഇതേലും വാളയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചൂണ്ട വിടുക. വാളയുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇത്ര പൊക്കുമ്പോൾ അറിയാം. അപ്പോൾ നമ്മൾ വിടുക ചൂണ്ട. അപ്പോൾ നമ്മൾ വള്ളിച്ചുണ്ട കെട്ടിയിട്ട് ഇന്ന് മാത്രമേ വാള കിട്ടാതുള്ളൂ. മറ്റുള്ള ദിവസങ്ങളെല്ലാം നമുക്ക് വാള കിട്ടിയായിരുന്നു. ഇന്നെന്തോ കഷ്ടകാലത്തിന് ഇന്ന് വാളയൊന്നും നമുക്ക് നമ്മുടെ ചൂണ്ട വെട്ടിയില്ല, അടിച്ചില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.